നമുക്കൊപ്പം ഇപ്പോൾ BJP നേതാവ് ശ്രീ സി രഘുനാഥ് ചേരുന്നുണ്ട്. ശ്രീ സി രഘുനാഥ്, ഇപ്പോൾ ഈ പഠന കോൺഗ്രസിന്റെ ഉദ്ഘാടനം അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസിലേക്ക് എല്ലാ പാർട്ടിയുടെയും ആളുകൾ പങ്കെടുക്കണം എന്നതാണ് ശ്രീ പി ജയരാജൻ ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ക്ഷണം കിട്ടിയിരുന്നോ? പങ്കെടുക്കുന്നുണ്ടോ? ഇതൊക്കെ അവർ പറയുന്നത് മാത്രമാണല്ലോ. യഥാർത്ഥത്തിൽ കേരള സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് CPM-ന്റെ ഒരു പാർട്ടി പരിപാടിയാക്കി മാറ്റിയ ഒരുപാട് ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. നവകേരള യാത്ര അതിന് ഏറ്റവും വലിയ തെളിവാണ്. അതുപോലെയുള്ളൊരു പാർട്ടി പരിപാടിയാക്കി മാറ്റി കേരള സർക്കാരിന് കാശില്ല എന്ന് പറയുമ്പോൾ കേരള സർക്കാരിന്റെ കോടിക്കണക്കിന് രൂപ ധൂർത്തടിക്കാനുള്ള ഒരു മാർഗം മാത്രമായി ഇതിനെ കാണുകയാണ്. ഇതിനെ ഒരു ധൂർത്തായി, രാഷ്ട്രീയം വെച്ച് അതിനെ ഒരു ധൂർത്തായി കാണേണ്ടതുണ്ടോ ശ്രീ സി രഘുനാഥ്? ഈ പരിപാടിയിൽ ചർച്ചയാകുന്നത് അധികാര വികേന്ദ്രീകരണത്തിലും തദ്ദേശ ഭരണ സംവിധാനത്തിലും കേരളം ആർജിച്ച നേട്ടങ്ങൾ നിലനിർത്താനും കോട്ടങ്ങൾ കണ്ടെത്തി പരിഹരിക്കാനും പുതിയ കാലത്തിനനുസൃതമായ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനാണ് ഈ സെമിനാർ എന്നതാണ് അവർ ഈ പദ്ധതിയെക്കുറിച്ച്, ഈ പരിപാടിയെക്കുറിച്ച് പറയുന്നത്. നേരത്തെ നടത്തിയിരുന്ന നവകേരള യാത്രയുടെ അവസ്ഥ എന്താണ്? അതിൽ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ഒരു ബസ് ഉണ്ടായിരുന്നു ഇവരൊക്കെ യാത്ര ചെയ്ത്. ആ ബസ് കേരളത്തിന് ഒരു മാതൃകയായിരിക്കും. ആളുകൾ അതിൽ കയറിയിട്ട് മുഴുവൻ ആളുകൾ അതിൽ സഞ്ചരിച്ചിട്ട് ഒരുപാട് റവന്യൂ ഉണ്ടാക്കൊക്കെ പറഞ്ഞു. ആ ബസ് ഇപ്പൊ ഇവിടെ കിടക്കുന്നു. ഇതൊക്കെ ദൂർത്താണ്. CPM-ന്റെ പാർട്ടി നേതാക്കന്മാർക്ക് വേണ്ടിയുള്ള ദൂർത്ത് നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ. ആ പ്രവൃത്തികൾ ഇങ്ങനെ ഒരു പരിപാടി അപ്പോൾ നടത്തേണ്ട എന്നാണോ ശ്രീ സി രഘുനാഥ്? ഇത്തരത്തിലുള്ള ദൂർത്ത് ഒരു തരത്തിലും നടത്താൻ പാടില്ല. കേരള സർക്കാരിന് കാശില്ല എന്ന് നാഴികയ്ക്ക് 40 വട്ടം പ്രഖ്യാപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എപ്പോഴും എന്താ പറയാ, ദീനരോധനം നടത്തുന്ന ഒരു സർക്കാർ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇവിടെ വേരുറപ്പുണ്ടാക്കുന്നതിന് വേണ്ടി അപ്പോൾ നിങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അപ്പോൾ നിങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല? ഇല്ല, ഞങ്ങൾ പങ്കെടുക്കില്ല. ഓക്കെ, ശ്രീ പി ജയരാജൻ BJP. ഓക്കെ, തുടരണം ശ്രീ സി രഘുനാഥ്. ശ്രീ പി ജയരാജൻ, സി രഘുനാഥ് ഇപ്പോൾ BJP-യുടെ ഔദ്യോഗിക ഭാരവാഹി എന്ന നിലയിൽ തന്നെയാണ് പ്രതികരിച്ചത്. BJP ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, അത് അവർക്ക് തീരുമാനിക്കാം. പക്ഷേ ഞങ്ങൾ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ BJP-യും കോൺഗ്രസും ഇതിനെ എതിർക്കുക. ഇത് പൊതുപ്പണം ദൂർത്തടിക്കലാണെന്ന് പറയുക. എന്നിട്ട് കോർപ്പറേറ്റുകളുടെ പണം വാങ്ങിയിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഈ BJP-യും കോൺഗ്രസും നിയമവിധേയമായിട്ട് പഞ്ചായത്തുകളോട് തനത് ഫണ്ടിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരു സെമിനാർ നടത്തുന്നുണ്ട്, അതിനൊരു സംഭാവന ചെയ്യണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ കുറ്റമാണ് എന്ന് അവർക്ക് പറയാൻ അവർക്ക് ധാർമ്മികമായിട്ടുള്ള അവകാശമുണ്ടോ? ഇത് ഏത് പാർട്ടി, ശ്രീ പി ജയരാജൻ, ഏത് പാർട്ടി ഇതുപോലെ ഒരു പരിപാടി സംഘടിപ്പിച്ചാലും സർക്കാർ ഇങ്ങനെ കൊടുക്കുന്ന പതിവുണ്ടോ? ഈ സംവിധാനത്തെ കുറിച്ച് എനിക്ക് പൂർണ്ണമായും അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എല്ലാവർക്കും കൊടുക്കാറുണ്ടോ? അത് ഗവൺമെന്റ് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞാൻ ഇവിടെ പറഞ്ഞ ഇതിനു മുൻപ് ഏതെങ്കിലും പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ടോ? ആദ്യമായിട്ടാണോ CPM-നാണോ കൊടുക്കുന്നത്? കോർപ്പറേറ്റുകളുടെ പണം വാങ്ങി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്ന BJP-യും കോൺഗ്രസും ഇവിടെ ഭാവി വികസനത്തിന് വേണ്ടി ഒരു ചർച്ച നടത്താൻ പഞ്ചായത്തുകള് മുനിസിപ്പാലിറ്റികളും 50,000 രൂപ ഫണ്ട് കൊടുക്കുന്നതിന് എന്താ തെറ്റ് കാണുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അങ്ങനെ കൊടുക്കാൻ വകുപ്പുള്ള ഫണ്ടാണോ അത്? അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം അത് രാഷ്ട്രീയമായി എതിർക്കുമല്ലോ. കാരണം നിങ്ങൾ വിരുദ്ധ ചേരികളിൽ നിൽക്കുന്ന ആളുകളാണ്. ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിൽ ഇന്ത്യ മുന്നണിയിലെങ്കിലും ഒപ്പമുണ്ടെന്ന് പറയാം. BJP അങ്ങനെയുമല്ല. അപ്പോൾ ഇവിടെ അവർ എതിർത്തുകൊണ്ടിരിക്കും. പക്ഷേ ഇത് ഇങ്ങനെ വകുപ്പുണ്ടോ? ഇങ്ങനെ എടുക്കാൻ പാടുള്ളതാണോ? തീർച്ചയായിട്ടും ഒട്ടേറെ ആളുകൾക്ക് അത്തരം സംഭാവനകൾ നൽകുന്നതിന് സർക്കാർ പെർമിസീവ് സെക്ഷൻ മുമ്പും കൊടുത്തിട്ടുണ്ട്, എത്രയോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യമായി CPM-ന് കൊടുത്തതല്ല? അല്ല, എത്രയോ സംഭാവനകൾ നൽകുന്നതിന് വേണ്ടി പഞ്ചായത്തുകൾക്ക് അനുമതി കൊടുത്തിട്ടുണ്ട്, മുനിസിപ്പാലിറ്റികൾക്കും അനുമതി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വളരെ നന്ദി ശ്രീ പി ജയരാജൻ അക്കാര്യത്തിലൊരു വ്യക്തത വരുത്തിയതിന്. എന്തായാലും പരിപാടിക്ക് എല്ലാ ആശംസകളും. ഓക്കെ, താങ്ക് യു. അർജുൻ കല്യാട് നമുക്കൊപ്പം തുടരുന്നുണ്ട്. അർജുൻ കല്യാട്, തനത് ഫണ്ടിൽ നിന്ന് പണം വേണമെന്ന അപേക്ഷ നൽകി അതിന്റെ യഥാർത്ഥ വഴിയിലൂടെ ആ സഹായം നേടിയെടുത്തു എന്നതാണ് ഇപ്പോൾ പി ജയരാജൻ പറഞ്ഞത്. അതിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തു. അർജുൻ കല്യാടിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ വിവരങ്ങളടക്കം അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തു. ഇതിലിപ്പോൾ വരുന്ന ഒരു വ്യക്തത എന്താണ്? ഇത് പ്രതിപക്ഷം എതിർക്കുന്നു, പക്ഷേ ഈ പരിപാടി ഇങ്ങനെ നടക്കുകയും ചെയ്യും. ഇങ്ങനെ പണം കൊടുക്കുന്നതിന് ഏതെങ്കിലും തരത്തിൽ നിയമപരമായി അത് തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ കഴിയുമോ? അതാണ് ചോദ്യം.
സുജിയ, ഇതിനകത്ത് ഒരു മറുപടി പറയാനുള്ളത്, ഇപ്പോൾ DYFI CPIM-ന്റെ ഔദ്യോഗികമായിട്ടുള്ള വർഗ ബഹുജന സംഘടനയാണോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും അത് അല്ല എന്ന് സാങ്കേതിക ന്യായങ്ങൾ പറഞ്ഞ് CPM-ന് നിഷേധിക്കാം. കാരണം ഭരണഘടനാ പ്രകാരം CPM ഔദ്യോഗികമായി CPM-ന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു വർഗ ബഹുജന സംഘടനയല്ല DYFI. DYFI-യിൽ ആർക്കും അംഗങ്ങളാകാം എന്ന രീതിയിലുള്ള മറുപടി വരും. അതുപോലുള്ള ഒരു സാങ്കേതികത്വം മാത്രമാണ് ഇതിനകത്ത് നിൽക്കുന്നത്. പാട്യം ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രവും അതുപോലെ തന്നെ AKG പഠന ഗവേഷണ കേന്ദ്രവും CPIM-ന്റെ മാത്രം നിയന്ത്രണത്തിലുള്ളൊരു സ്ഥാപനമാണ്. മറ്റ് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവർക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയതരമായി CPM-നോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ആരെയെങ്കിലോ അംഗങ്ങളാക്കിക്കൊണ്ടുള്ള ഒരു സ്ഥാപനമല്ല. CPM-ന്റെ നല്ല രീതിയിൽ അവഗാഹമുള്ള അല്ലെങ്കിൽ ബുദ്ധിജീവികളായിട്ടുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള CPM നേതാക്കളുടെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനം തന്നെയാണ് ഈ രണ്ട് സ്ഥാപനങ്ങളും. ഈ രണ്ട് സ്ഥാപനങ്ങൾക്ക് ഇതിന് മുൻപും പണം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിന് മുൻപും പഠന കോൺഗ്രസുകൾ നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഭാഗത്ത് മുൻപും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സാങ്കേതിക ന്യായങ്ങൾ പറയുന്നുണ്ട് എങ്കിൽ കൂടി മുൻപ് കൊടുത്തിട്ടുള്ളതാണെങ്കിലും ഇപ്പോഴും അത് തിരുത്തേണ്ടത് തന്നെയാണ്. പ്രതികരണങ്ങളിലേക്ക് വരാം നമുക്ക്.